ഹലോ ക്യൂട്ടീസ്, അപ്പൊ ഇന്നൊരു പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങാണ്. ജീവിതത്തിൽ ആദ്യമായി ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തേക്കാണ് ജേണലിങ്ങിന് വേണ്ടി. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലത്ത് തന്നെയാണ്, ഡാക്കറ്റ് സ്മാർട്ടിൽ നിന്നാണ്. അപ്പം എന്താണെന്ന് നോക്കാം. എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. അറിയാൻ മേലാതെ ആദ്യമായിട്ട് ഒരു ആലിസ് ഇൻ വണ്ടർലാൻഡിൽ മേടിച്ച സാധനങ്ങളാണ്. അപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളും പറയണം ഇതുപോലത്തെ സാധനങ്ങൾ ഇനി മേടിക്കണമുള്ളത്. നമ്മൾ നോക്കി യൂസ് ചെയ്ത ശേഷം നമുക്ക് മേടിക്കാം അല്ലേ. അപ്പം ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഫസ്റ്റ് സാധനം ഞാൻ ഈ കുറച്ച് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഓർഡർ ചെയ്ത് കൈ കിട്ടിയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത് എനിക്ക് എന്താന്ന് കേട്ടോ. ഇത് കുറച്ച് നല്ല പർപ്പിൾ ഷെയ്ഡിലുള്ള കുറെ പാറ്റേൺ പേപ്പർ ടൈപ്പാണ്. നമ്മൾ ജേണലിംഗ് യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാനിതൊരു മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കല് ഇതൊക്കെ എന്തുവാണ് ചേച്ചി മേടിച്ചത്. എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ എന്തൊക്കെ മേടിക്കണം. ഞാൻ നമ്മൾ കണ്ടിട്ടില്ലാത്തതോ, നമ്മൾ കൈ കിട്ടുമ്പോഴല്ലേ ഉള്ളൂ എക്സ്പീരിയൻസ്. അപ്പൊ അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ നമുക്ക് എന്താ മേടിക്കണം നമുക്കൊരു ഊഹമാവും. അപ്പൊ ഇതുപോലത്തെ സാധനങ്ങൾ പർപ്പിൾ ഷെയ്ഡ്, പല ഷെയ്ഡുകളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ ഞാൻ ഉള്ളത് വെച്ചൊന്ന് മേടിച്ച് സാമ്പിൾ പീസ് പോലെ ഒന്ന് മേടിച്ചതാണ്. പിന്നെ ഇതുകൊണ്ടോ എനിക്കാണ് ക്ലിയർ സ്റ്റിക്കേഴ്സിനോട് ഒരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ്. ക്ലിയർ സാധനം മേടിക്കാനാണ്, എല്ലാം ക്ലിയർ സ്റ്റിക്കറാന്ന് വെച്ചോണ്ട് മേടിച്ചതാണ്. പക്ഷെ ചിലതൊക്കെ ക്ലിയർ അല്ലായിരുന്നു. അപ്പൊ ഇതുപോലത്തെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല ക്യൂട്ട്. ഇത് കാണുമ്പോൾ നമ്മൾ ആപ്പിൽ കാണുമ്പോഴും നമ്മൾ റിയൽ മേടിക്കുമ്പോൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അറിയത്തില്ല ഈ സാധനം ആയിരുന്നോ നമ്മൾ മേടിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ നോക്കാം. പിന്നെ നമ്മൾ പർപ്പിൾ ഷെയ്ഡ് കണ്ടില്ല, അതിന്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ്. കുറെ എന്തോ സീനറി ടൈപ്പ് കുറെ സാധനങ്ങൾ ഇങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാം പൈസയൊക്കെ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഇച്ചിരി ക്വാളിറ്റി ഇതിനകത്താണ് കാണുന്നത് കേട്ടോ. മീഷോയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു പ്രാവശ്യം കാണിക്കാമേ. അപ്പൊ ഇതുപോലത്തെയാണ്. അടുത്ത നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ്. ഇത് നമ്മൾ ഈ ഫോറിൻ ആയിട്ടുള്ള അബ്രാഡിലുള്ള കുറെ ചാനലുകൾ ജേണലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാന്ന് അവർക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടും, നമുക്കൊക്കെ കിട്ടാൻ അവൈലബിൾ. അപ്പം ജേണലിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കുറെ ഇൻസ്റ്റാഗ്രാമുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി വിലയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കാം. അപ്പൊ ഞാൻ ഇതൊരു സപ്ലൈ മേടിച്ചത്, അതായത് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒന്നും മേടിച്ച് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ചാണ്. പക്ഷെ ഇതിന്റെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇതുപോലത്തെ പല പല ഫ്ലോറൽ ഉണ്ട് കേട്ടോ. ഞാനിപ്പം ഉള്ളത് ഓരോന്നോ സാമ്പിൾ ആയിട്ട് മേടിച്ചതാ. അത് എത്ര പൈസ ഇല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും മോണിറ്റൈസ് ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ മേടിക്കാം. പിന്നെ അടുത്ത അതുപോലത്തെ തന്നെയാണ് ഒരു റോസ് തീമിന്റെ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ആണ്. ഇതും ക്ലിയർ സ്റ്റിക്കർ പോലെയാണ്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വെച്ച് ഇത് എന്താണെന്ന് അറിയട്ടെ. നല്ല ഒട്ടിക്കുന്നത് നമുക്ക്. പിന്നെ ഇത് വെച്ച് എങ്ങനെയാണെങ്കിലും ചെയ്യുന്നതെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ മറ്റേതിന്റെ തന്നെ സാമ്പിളിന്റെ തന്നെ ഇതുപോലത്തെ വേറെ വേറെ ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ മഞ്ഞ കാണിച്ചില്ല, അതിന് തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും ഉണ്ട്. പല ഷെയ്ഡ്സ് ഉണ്ട്. ചിലതൊക്കെ ഷെയ്ഡ്സ് അവൈലബിൾ അല്ലായിരുന്നു, ചിലത് അവൈലബിൾ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് റോസിന്റെ തന്നെ വേറെ, ഞാൻ ആദ്യം വെച്ച് ഇങ്ങനെയാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇതിനോട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇത് ക്ലിയർ സ്റ്റിക്കറും ഉണ്ട് കൂടെ. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ വെച്ച് ഇങ്ങനെ ആയിരിക്കുന്നത്. പക്ഷെ അല്ലാതുകൊണ്ട് ഇതിന് മുകളിൽ ക്ലിയർ സ്റ്റിക്കറും പിന്നെ ഒരു പാറ്റേൺ ടൈപ്പിലും ഉണ്ട് കേട്ടോ. എനിക്ക് ക്ലിയർ സ്റ്റിക്കേഴ്സ് വെച്ച് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനത് കണ്ട് ഈ അടുത്തിടയ്ക്ക് ജേണലിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രത്യേക മനസ്സിന് സന്തോഷം തോന്നിയോണ്ടാണ് ഇതൊക്കെ മേടിച്ചത്. അല്ലെങ്കിൽ ഞാനൊന്നും മേടിക്കത്തില്ല, ഇതുവരെ മേടിച്ചിട്ടില്ല. പിന്നെ ചേട്ടാ ഒന്നുകൂടെ ഞാൻ പർപ്പിൾ തന്നെ മേടിച്ചു. ഞാൻ ഓർക്കാതെ മേടിച്ച, വേറെ വല്ല ഷെയ്ഡ് മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ക്വാളിറ്റി തന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ PT സ്റ്റിക്കർ. പെറ്റ് സ്റ്റിക്കേഴ്സ് എന്നാണ്, PT എന്നാണ്. എന്തായാലും ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ഒത്തിരി ഞാൻ നോക്കിയിട്ട് ഭയങ്കര വില. ഇത് 6 എണ്ണത്തിനൊക്കെ ഭയങ്കര വില. അപ്പൊ നമുക്ക് അത്ര സാമ്പത്തികം ഉള്ളപ്പം നമുക്കിത് മേടിക്കാം. അപ്പൊ ഓരോന്നായിട്ട് ഞാനൊന്ന് മേടിച്ച് നോക്കിയതാണ്. എനിക്ക് ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് ഇതിന്റെ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതുപോലത്തെ കുറെ ഇടം മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം മേടിക്കാം കേട്ടോ. പല പല തീമിലുള്ള പല നല്ല സൂപ്പർ. ഇതിപ്പോ ഗ്രീൻ ആണ്, ഗ്രീനിന്റെ തന്നെ പല കളറുണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഫ്ലോറൽ ടൈപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ മീഷോയിൽ നിന്ന് ഈ സാധനം ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ അടുത്ത പെട്ടി പൊട്ടിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഈ സപ്ലൈ മേടിച്ചത്. ഇതൊക്കെ വെച്ച് നല്ല സൂപ്പർ ജേണലിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ലൈക്ക് അടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ.